മസൂദ് അസർ അറിയാമല്ലോ, നേരത്തെ ഇയാൾ കശ്മീരിൽ അതെ 1994 പിടിയിലായിരുന്നു. അന്ന് അയാളെ അനന്ത്നാഗിലെ ഘനാബൽ ജയിലിൽ പാർപ്പിച്ചിരുന്നു. അക്കാലത്ത് ഇയാളെ വിടണം എന്ന് പറഞ്ഞിട്ട് പിന്നെ തീഹാർ, കോട്ട് ബെൽവാൽ ജയിലുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇയാളെ വിടണം എന്ന് പറഞ്ഞിട്ട് 1995 ഈ വിദേശ വിനോദസഞ്ചാരികളെ റാഞ്ചിയിരുന്നു ഇയാളുടെ പ്രവർത്തകർ. ഇയാളെ വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഈ മൗലാന മസൂദ് അസറിനെ. പക്ഷെ അന്ന് വിട്ടുകൊടുത്തില്ല. അത് പിന്നീടാണ് ഈ ഗാണ്ടഹാറിലേക്ക് വിമാനം തട്ടിക്കൊണ്ടുപോയത്, എയർലൈൻസ് ഫ്ലൈറ്റ് തട്ടിക്കൊണ്ടുപോയത് 814. അങ്ങനെ ഇയാളെ മോചിപ്പിച്ചു. പുൽവാമ ആക്രമണത്തിൽ ഒരു ചാവേർ ഉണ്ടായിരുന്നല്ലോ, ട്രക്ക് മറ്റതിലേക്ക് ഇടിച്ചു കയറ്റുന്നത്. അത് ആദിൽ എന്ന് പറഞ്ഞൊരാളായിരുന്നു. ആ ആദിലിനെ പരിശീലിപ്പിച്ച ആളായിരുന്നു ഈ ലംബു. പുൽവാമയിലെ ആക്രമണം നടത്തിയ ആളെ പരിശീലിപ്പിച്ച ആളാണ് ഈ അസറിൻ്റെ കുടുംബക്കാരനായ ലംബു എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കുടുംബത്തിലെ 4ാമത്തെ ആളാണ് കൊല്ലപ്പെടുന്നത്, അജ്ഞാതൻ. പുൽവാമയിലെ പിടികിട്ട പുള്ളിയുമാണ്. പുൽവാമയിൽ 19 പ്രതികളാണ് ഉണ്ടായിരുന്നത്. അതിൽ പലരെയും ഇതിനകം തീർത്തിട്ടുണ്ട്. 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 7 പേരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 12 ആണല്ലോ. 5 പേര് ഒളിവിലായിരുന്നു. ഈ ഒളിവിലായ കൂട്ടത്തിൽപ്പെട്ടവരെയൊക്കെയാണ് ഇപ്പോൾ അജ്ഞാതർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പുൽവാമയ്ക്ക് പകരം വീട്ടുകയാണ് എന്ന് നമ്മുടെ പങ്കുണ്ടെങ്കിൽ പറയാവുന്നതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഈ RDX, പുൽവാമയിലേക്കുള്ള RDX വന്നത് പാകിസ്ഥാനിൽ നിന്നായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.